ഹലോ, ഇന്ന് നമ്മൾ ഓണത്തിന് 7 വയസ്സുള്ളൊരു കുഞ്ഞിന് വേണ്ടി സ്കേർട്ട് വിത്ത് ടോപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പാവാടയുടെ പടിയിൽ നമ്മൾ ചെറിയൊരു ലേസ് പോലൊരു ഭാഗം ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ത്രെഡ് പല കളറാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. ലേസി ഡേസി, ഫ്രഞ്ച് നോട്ട്, പുള്ളി നോട്ട്, അതുപോലെ ലീഫ് സ്റ്റിച്ച്, ഗോൾഡൻ ബീഡ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് പാവാട നന്നായിട്ട് ഫ്ലീറ്റ് പിടിച്ച് വെച്ച് പിൻ ചെയ്ത് അയൺ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത്രയും ചെയ്ത ശേഷം കണ്ടില്ല, നല്ല ഫ്ലീറ്റ് ആയിട്ടാണ് കിടക്കേണ്ടത്, നല്ല ഭംഗിയുണ്ട്. അതിനുശേഷം നമ്മൾ പടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനും ശേഷമാണ് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലേസ് ഉണ്ടല്ലോ, അത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ ആ പടിയിലേക്ക് സ്റ്റിച്ച് ചെയ്യും. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഏറെക്കുറെ പാവാടയുടെ പടി കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിൻ്റെ പടി, അത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ ആ സ്ലീവേലും നെക്കയിലും വരുന്ന രീതിയിൽ തിക്കായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മിക്സഡ് കളറാണ്. അപ്പോൾ ആർക്കെങ്കിലും ഹാൻഡ് വർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. അങ്ങനെ നമ്മൾ ആ വർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റിച്ചും ചെയ്ത് കേട്ടോ. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ അല്ലെങ്കിൽ പാടായിരിക്കുമേ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ റിസൾട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പാവാടയിൽ ഇങ്ങനെ വർക്കൊക്കെ വരുന്ന രീതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതണേ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ ബാക്കിൽ താഴേന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതേ അളവിൽ വേറൊരു ബ്ലൗസ് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പുറകിൽ 2 ബോവൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു.